ഹലോ ഗായ്സ്, എല്ലാവർക്കും നീതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും അമ്മയും രാവിലെ തന്നെ ദാണ്ടെ പച്ചക്കറിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വളങ്ങളൊക്കെ ചേർക്കണമെന്നൊക്കെ അമ്മ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യണമെന്ന് തലേ ദിവസമേ പറഞ്ഞിരുന്നു. അപ്പോൾ എന്നെ രാവിലെ വിളിച്ചുണർത്തി ഓരോ ഗ്ലാസ് കട്ടനൊക്കെ കുടിച്ചിട്ടാണ് ഇതായി കുറച്ച് പണികളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ പണികളൊന്നുമില്ല, കുറച്ച് മണ്ണ് നിറച്ച് വെക്കണത് കൊണ്ട് വെക്കാനൊക്കെയാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ഇപ്പോൾ ഇന്നോ ഇന്നലെയോ പെട്ടെന്ന് നമുക്ക് തോന്നിയ ഒന്നല്ല കേട്ടോ. വർഷങ്ങളായിട്ട് അമ്മ ഇതൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ചെടികൾ വളർത്തുന്നത് പോലെ തന്നെ വീട്ടിൻ്റെ മുറ്റത്ത് പച്ചക്കറിയൊക്കെ നമ്മൾ നട്ട് പൊടിപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് കായ്ഫലങ്ങളൊക്കെ കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം അമ്മയ്ക്ക് പറഞ്ഞാൽ തീരത്തില്ല. അത്രയ്ക്ക് വളരെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതായത് ഇതിൽ നിന്ന് നമുക്ക് പച്ചക്കറിയുടെ നല്ല രീതിയിൽ വിളവെടുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. അപ്പം നമുക്ക് സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് പൈസയൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്സാണ്. പിന്നെ ഒരു പോസിറ്റീവ് വൈബൊക്കെയാണ് കേട്ടോ അമ്മയ്ക്ക്. അപ്പോൾ നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് വീട്ടിൻ്റെ മുറ്റത്തൊക്കെ നല്ല നാടൻ പച്ചക്കറി തൈകളൊക്കെ നട്ടുപിടിപ്പിക്കുക. അതിനകത്തുള്ള കായ്ഫലങ്ങളൊക്കെ കിട്ടും. നമുക്ക് ആരോഗ്യ സംരക്ഷണം നമുക്ക് മുന്നോട്ട് പോകാം ഗൈസ്. അപ്പോൾ മണ്ണെല്ലാം മിക്സ് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ചീര നടാൻ വേണ്ടി ഇവിടുത്തെ കുറച്ച് ചീരയൊക്കെ എടുക്കണം കേട്ടോ. അതായത് ഈ കുറച്ച് ചീരയൊക്കെ ഇതുപോലെ പാകിയിട്ട് ഏകദേശമൊക്കെ വളർച്ചയാവുന്ന സമയത്ത് ഇളക്കി നടാറാണ് പതിവ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ ഒരു പരുവത്തിലാണ് അമ്മ ഇളക്കി നടുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കളറാണെങ്കിലും 2-3 ദിവസം കൂടെ കഴിയുമ്പോൾ നല്ലൊരു കളറാവും കേട്ടോ. ഒരു ഡാർക്കായിട്ടുള്ളൊരു കളറാവും. ഇതിപ്പോൾ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇപ്പോൾ ചീരയ്ക്ക് കുറച്ചുകൂടെ വളരുമ്പോൾ നല്ല ഡാർക്ക് കളറൊക്കെ ആവും. വേറെ വളങ്ങളൊന്നും ചേർക്കുന്നില്ല, ചാണകമാണ് മെയിനായിട്ട് ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ചാര ഇടാറുണ്ട് കേട്ടോ. അതായത് ചീരയ്ക്ക് ചാര ഇടുന്നത് നല്ലതാണ്. അതായത് ചാമ്പലിടുന്നത് നല്ലതാണ്. ചാമ്പലിടുമ്പോൾ ഈ കീടങ്ങൾ അങ്ങനെയൊന്നും അധികം വരത്തില്ല ഗൈസ്. അപ്പോൾ അമ്മ തൈകളൊക്കെ നട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മണ്ണിലോട്ട് കുറച്ച് വെള്ളം തളിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ചീര തൈകളൊക്കെ നട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഈ കാണുന്ന വളർച്ചയിലാവുന്ന സമയത്താണ് ഇളക്കി നടുന്നത്. ഇളക്കി നല്ല രീതിയിൽ കവർ ചെയ്ത് നടും കേട്ടോ. ഫുള്ളായിട്ട് കവർ ചെയ്ത് നടും. അപ്പോൾ ഞങ്ങളിതിൻ്റെ വിത്തൊക്കെ മേടിക്കുന്നത് കാർഷിക കോളേജിലാണ് കേട്ടോ. കാർഷിക കോളേജ് വിപണന കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങൾ വിത്തൊക്കെ മേടിക്കുന്നത്. അവിടെ എല്ലാത്തരം വിത്തുകളും കിട്ടും. ഞങ്ങൾ സ്ഥിരമായിട്ട് കാർഷിക കോളേജിൽ പോയിട്ടാണ് കേട്ടോ മേടിക്കുന്ന വിത്തൊക്കെ. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വിത്തൊക്കെ വേണമെങ്കിൽ കാർഷിക കോളേജ് വിപണന കേന്ദ്രത്തിൽ പോയാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ തന്നെ ഗ്രോ ബാഗും മേടിക്കാൻ പറ്റും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇന്നലെ നട്ടതാണ് കേട്ടോ. പിന്നെ നമ്മൾ നട്ട സമയത്ത് നല്ല രീതിയിൽ കുഴഞ്ഞ് കിടക്കും. പിറ്റേ ദിവസം ആകുമ്പോഴേ നല്ല രീതിയിൽ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ നട്ടത്. കണ്ടോ, കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നത് ഇപ്പോൾ ഷെയ്ഡ് മാറി നല്ലൊരു റെഡ് കളറായി വരുന്നുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ. രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ടാറ്റാ.